ചേർന്ന് നിൽക്കുന്ന കുന്നുകളുടെ നെറുകയിൽ നിന്ന് നോക്കുമ്പോൾ ഇടുക്കി ഒരു സ്വർഗം തന്നെയെന്ന് തോന്നും. ആ സ്വർഗത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കല്യാണത്തണ്ട്. ഇവിടെ നിന്നാൽ അഞ്ചുരുളി, കട്ടപ്പന, ഏലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാണാൻ പറ്റും. ഇതെന്റെ വല്യമ്മയാണ്, അതായത് അച്ഛൻ്റെ അമ്മയാണ്. ഞങ്ങൾ വിളിക്കാറ് കാഞ്ചിയാറ്റിലമ്മ എന്നാണ്. ആ പേരെങ്ങനെ വന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട് കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ കാഞ്ചിയാറ്റിലെ അമ്മ അങ്ങനെ വിളിച്ച് കാഞ്ചിയാറ്റിലമ്മ എന്നുള്ള പേരിൽ ആണ് ഇപ്പോൾ പുള്ളിക്കാരി അറിയപ്പെടുന്നത്. നിങ്ങളിൽ പലർക്കും അങ്ങനെ പേര് കാണുമായിരിക്കും. നിങ്ങൾ വല്യമ്മമാരെയൊക്കെ, ദൂരെയുള്ള വല്യമ്മ, അമ്മയുടെ അമ്മേനെയൊക്കെ സ്ഥലപ്പേര് കൂട്ടി വിളിക്കാറില്ലേ? ഉള്ളവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞങ്ങളുടെ ഇടുക്കിയിൽ ഈ മലകളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ഐറ്റം. ഇതാണ് ചിറ്റീന്ത്. ഇതിൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാവേ. ഈ മലമുകൾ, പുല്ലുമേടൊക്കെ ഇല്ലേ, അവിടെ ഒരുപാട് ഈ സാധനം കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഉള്ള വീടുകളിൽ നമ്മുടെ വീടിൻ്റെ അകം തൂക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഇതിൻ്റെ ചൂലാണ്. ഇപ്പം ഇങ്ങനത്തെ ചൂലൊന്നും കാണാനേ ഇല്ല. ഇപ്പം മിക്കവരുടെ വീട്ടിലും പ്ലാസ്റ്റിക് ചൂലുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ചൂല് വെച്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഒരു പൊടി പോലും ഇല്ലാതെ ഇങ്ങനെ തൂത്ത് വരും. ഇത് കാഞ്ചലമ്മയുടെ സൈഡ് ബിസിനസ് ആണ്. മെയിനായിട്ട് ആളും ഇപ്പോഴും ഈ പ്രായത്തിലും ഒരു 72 വയസ്സിന് മേളിലുണ്ടാവും. ഇപ്പോഴും ഏലക്ക എടുക്കാനായിട്ട് പോകും. അതും കല്യാണത്തട്ട് മലയുടെ ഏറ്റവും ലാസ്റ്റത്തെ വീടാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ്, പുല്ലുമേടായിട്ട് കിടക്കാണ്. ഫോറസ്റ്റിൻ്റെ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വീട്. ആ മലയുടെ അടിവാരത്തെത്തിയാണ് പണിക്ക് പോകുന്നത്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവിടുന്ന് നടന്ന് കയറി വരും. ആ നടപ്പാണ് ഇവരുടെയൊക്കെ ആരോഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ കൊണ്ട് പറ്റുമോ ഇപ്പോൾ അതുപോലെ രാവിലെയും വൈകിട്ട് നടന്ന് കയറി വരാനായിട്ട്? പിന്നെ ഈ ചൂലൊക്കെ 50 രൂപയ്ക്കാണ് അമ്മ വിൽക്കുന്നത്. അടുത്തുള്ള ചേച്ചിമാർക്കും പിന്നെ പണിയുന്ന സ്ഥലത്തൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് വിൽക്കുന്നത്. കല്യാണത്തണ്ടിലുള്ള സാധാരണക്കാരായ എല്ലാവരും ഏലക്കായ എടുത്ത് ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകുന്നവരാണ്. ചേച്ചിമാരൊക്കെ ആണെങ്കിലും രാവിലെ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പൊതിയൊക്കെ കെട്ടി എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അവർ ഏലക്ക എടുക്കാനായിട്ടും അത് ഓരോ സീസൺ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ജൂലൈ ആ സമയമൊക്കെ ആണെങ്കിൽ ഏലക്ക എടുക്കുന്ന സമയമായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലത്തിന് തടവിടുന്ന സമയമായിരിക്കും. പിന്നെ ഏലത്തിൽ ഉണങ്ങിയ ഇലകളൊക്കെ പറിക്കുന്ന ആ ഒരു സീസണുണ്ട്. വളം കലക്കി ഒഴിക്കുന്ന ഒരു സീസണുണ്ട്. അങ്ങനെ ഓരോ സീസണിലും ഓരോ കാര്യങ്ങളായിരിക്കും. എപ്പോഴും ഏലക്ക എടുക്കൽ മാത്രമല്ല നടക്കുന്നത്. അപ്പോൾ അവർ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ടൊരു 5 മണി 5:30 ആകും വീട്ടിലേക്ക് വരുമ്പോൾ. വീണ്ടും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്നുറങ്ങി രാവിലെ വീണ്ടും ഇത് റിപ്പീറ്റ്. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് നടന്നു വരുന്നൊരു. ഈ ചൂല് കെട്ടുന്നത് അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നും അല്ല കേട്ടോ. ഞാൻ പഠിച്ചവന് 18 നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ഒരു നാക്ക് കിട്ടുന്നില്ല. വല്യമ്മയാണെങ്കിലോ ഇരുന്ന് ഇപ്പം തന്നെ ഓൾറെഡി 5-6 ചൂല് കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കെട്ടുന്നതാണ് ഈ ചൂല്. എല്ലാം പടപടേന്ന് ചെയ്യും. ഈ മലയിൽ നിന്ന് ഇവിടെ ചിറ്റീന്നിൻ്റെ ചെടിയുണ്ട്. അത് പോയി വെട്ടിക്കൊണ്ട് മൂത്ത ഇത് നോക്കിയിട്ട് ഇതുപോലത്തെ നോക്കിയിട്ട് വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളഞ്ഞൊന്നും പോവാതെ ഉണക്കണം, നേരെയൊക്കെ ഇട്ട് ഉണക്കണം. എന്നിട്ട് വേണം അത് ചൂലായിട്ട് കെട്ടാൻ. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണങ്ങണം അല്ലേ? ഈ ഒരു രീതിയിൽ ഉണങ്ങിയിട്ട് അത് ഇതുപോലെ ഇരുന്ന് ചൂല് കെട്ടണം. ഇത്ര എടുത്താൽ മതി ചൂല്. കാരണം അല്ലെങ്കിൽ ചൂലിന് ഭയങ്കര കനമായി പോകുന്ന പറഞ്ഞത്, ഭയങ്കര കട്ടിയായി പോകുന്ന കഞ്ഞെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പിടിച്ച് തൂക്കാൻ പറ്റത്തില്ല. അതെ, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറക്കിക്കൊണ്ട് പോയി ആവശ്യമുള്ളവർക്കൊക്കെ ചൂല് കൊടുക്കാൻ പറയുമോ? ആണോ? ചൂലുണ്ടെന്നോ? ഇതൊരു ബിസിനസ് ആക്കി എടുത്തൂടെ? അതെ, ആർക്കെങ്കിലും ഒക്കെ ചൂല് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അതെ, ഇതൊരു ബിസിനസ്സായി ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. ചൂൽ ബിസിനസ്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. ചൂലിൻ്റെ പരിപാടി ഏകദേശം തീരാറായി. കണ്ടോ ആ ഒരു പാറ്റേൺ വരുന്നുണ്ടോ? അതാണ് ആർക്കും പറ്റത്തില്ല. അത് അത്ര ഈസി അല്ല കേട്ടോ. അത് ഭയങ്കര പാടാണ് അത് ചെയ്യാനായിട്ട്. ഈ ഒരു സാധനം വരും. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ അടിച്ച് ചൂലൊക്കെ കെട്ടി വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ പുതിയ ഫ്രണ്ടാണ് പിങ്കി. നേരത്തെ ഒരാളുണ്ടായിരുന്നു മാഗി. അവൾ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെ കൊണ്ടുവന്നു പിങ്കീനെ. ഇവളും കൊള്ളാം, അടിപൊളിയാണ്. ഈ ചൂല് കെട്ടിക്കഴിഞ്ഞാൽ
ലാസ്റ്റ് ആ വള്ളി എടുത്ത് എന്താ ചെയ്യുന്നത് നോക്കി, നമ്മൾ കെട്ടൊന്നും ഇടൂല, അത് വീണ്ടും തിരിച്ച് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ തന്നെ പാകിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചാണ് വന്നത്. പക്ഷേ അഴിഞ്ഞു പോവില്ല കേട്ടോ, നല്ല സെറ്റായിട്ട് തന്നെ ഇരുന്നോളും. നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയല്ലേ അതിങ്ങനെ ലൂസായി കഴിഞ്ഞ് പോകുന്നു, പക്ഷേ എത്ര നാൾ ഉപയോഗിച്ചാലും കുറേ നാൾ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചൂലിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇത് പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായത് കാരണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടുന്നേ ഉള്ളൂ. താഴെ ചൂലിൻ്റെ പിടിയുടെ അവിടെ പാകിയ പോലെ തന്നെ ഈ സെൻറ്റർ ഭാഗത്തും പാകാനായിട്ട് പറ്റുമേ. അങ്ങനെ 2 കെട്ട് കെട്ടാൻ പറ്റും. എന്നിട്ട് ഏറ്റവും അറ്റത്തായിട്ട്, ചൂലിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നീണ്ടു നിൽക്കുന്ന അതിൻ്റെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചൂല് സെറ്റായി. പിന്നെ ഇതിൻ്റെ നടുക്കൂടെ ഒരു കമ്പ് നമുക്ക് കയറ്റി വിടാം, ഒരു ബലം കിട്ടാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കണേ.